ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഈ ഒരു സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, സ്ലീവ് കട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ 18 ഇഞ്ച് ഒരു ആം ഹോളുള്ള ആളാണ് കസ്റ്റമർ. അപ്പം നമ്മൾ ആ ഒരു 9 ഇഞ്ച്, 18ൻ്റെ പകുതി 9 ഇഞ്ച് ആദ്യം എടുക്കണം. അത് ഫോൾഡ് ചെയ്തിടുമ്പോൾ കിട്ടേണ്ട അളവാണ് 9 ഇഞ്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസ് കൂടെ ചേർത്തിട്ട് വേണം നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിടാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2 ഫോൾഡാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഈ ഒരു പേപ്പറിലൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതായത് ഇതുപോലെ 2 ഫോൾഡിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകൾ വശം ഒന്ന് ലെവലിലൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇത് മെറ്റീരിയലായിട്ട് വേണം നിങ്ങൾ കാണുമ്പം ഇത് ഓർക്കാൻ. അപ്പോൾ ഇതിങ്ങനെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി ഇതിൽ 9 ഇഞ്ചാണ് ഞാൻ ഈ അടയാളപ്പെടുത്തുന്നത്. 9 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അത് ഞാനിവിടെ ഒന്ന് എഴുതി വയ്ക്കുന്നുണ്ട് മനസ്സിലാവാൻ വേണ്ടി. പിന്നെ അതിൽ നിന്നൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ഒരു 8.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എത്രയാണ് കറക്റ്റ് ആം ഹോൾ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി 9 ഇഞ്ച്, അതിൻ്റെ ഒരു 1/2 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ചിൽ നമ്മളിതുപോലെ ഒരു മാർക്കിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. എന്നിട്ട് ഇനി അവിടെ നിന്ന് താഴേക്ക് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് എത്രയാണോ ഇവിടെ ഇങ്ങനെ ആ ഒരു ആം ഹോൾ വരുന്നത് അതിൻ്റെതെല്ലാം ഇതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് കുറച്ചാൽ മതിയാവും. പിന്നെ നമ്മൾ ഈ ഒരു മുകളിലത്തെ പോർഷനിൽ നിന്ന് താഴേക്ക് ഈ ഒരു ലൈനിൽ നമുക്ക് എവിടെയാണോ 9 ഇഞ്ച് കിട്ടുന്നത് അതുവരെ നമ്മളിങ്ങനെ വെച്ച് നോക്കി വേണം ഒന്ന് എടുക്കാൻ. നമ്മൾ ടേപ്പ് കൊണ്ടിച്ചെന്ന് ഇതുപോലെ വെച്ച് നോക്കണം 9 ഇഞ്ച് എവിടെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇവിടെ എങ്ങും വരത്തില്ല. നമ്മൾ ഇങ്ങോട്ട് ഇച്ചിരി ശകലം താത്തി വയ്ക്കുമ്പോൾ ഇവിടെ ഞാനിപ്പോൾ എടുത്ത കണക്കിൽ 8 ഇഞ്ച് പോലെ വരുന്ന കണ്ടോ, അവിടെ ഒരു 9 ഇഞ്ചെന്ന് സങ്കല്പിക്കുകയാണ്. അവിടെ ഒരു 9 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഞാനൊരു ചരിച്ചൊരു ലൈൻ കൊടുത്തു. ഇനി ആ 9 ഇഞ്ചിൻ്റെ 1/2 പോർഷൻ നമ്മൾ എടുക്കണേ. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു 4.5 അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുവാണ് ഞാൻ, അത് മനസ്സിലാവാൻ വേണ്ടി. 9/2 അപ്പോൾ നമുക്ക് കിട്ടുന്ന 4.5. അപ്പോൾ അതാണ് നമ്മൾ ഈ ലൈനിലേക്ക്, ഈ ചരിഞ്ഞ ലൈനിലേക്ക് ആദ്യം ഒന്ന് വരച്ച് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആ ഒരു 4.5 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 4.5 ഇഞ്ച് /2 അപ്പോൾ നമുക്ക് 2.25 എന്ന് കിട്ടുമേ, 2.25 ഇഞ്ച്. അപ്പോൾ ഇനി ഈ 2.25 ഇഞ്ച് കൂടി നമുക്ക് ഈ 4.5 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്കും അതേപോലെ ഈ സൈഡിലേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഞാനിവിടെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളിവിടെ ഒരു 2.25 ഇഞ്ചും അതേപോലെ ഈ ഒരു ലൈനിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു 2.25 ഇഞ്ചും ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തേ. അപ്പോൾ മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞതിനാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇനി നമ്മുടെ ആ ഒരു ഫോൾഡ് വരുന്ന വശത്തിൽ നിന്ന് നമ്മൾ സൈഡിലേക്ക് ഓരോ ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഞാനിതിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. 1 ഇഞ്ച് ഇതുപോലെ 1 ഇഞ്ച് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഇത് വളരെ സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇനി ഈ 2.25 നിന്ന് നമ്മൾ മുകളിലേക്ക് ഒരു 1/4 ഇഞ്ചും, ഞാൻ ഈ തൊട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ഭാഗം, അതേപോലെ ഇപ്പുറത്തെ സൈഡിലത്തെ 2.25 നിന്ന് താഴേക്ക് ഒരു 1/4 ഇഞ്ചും ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നമുക്കൊന്ന് അറിയാൻ വേണ്ടി ഒരു യെല്ലോ ചോക്ക് വെച്ച് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 സൈഡിലും മുകളിലും താഴെയുമായിട്ട് 1/4 ഇഞ്ച് വീതം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേ. ഇനി ഈ ലൈൻസുകളെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആവുമേ. അപ്പോൾ ഇതുപോലെ ആ 1 ഇഞ്ച് വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് താഴെ നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തുകൂടി കൊണ്ടുവന്ന് ആ സെൻറ്ററിൽ കൂടെ താഴേക്ക് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ 1/4 ഇഞ്ചിൽ കൂടെ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ നിർത്തുന്നുണ്ടേ. എന്നിട്ട് തയ്യൽ തുമ്പ് പുറത്തേക്ക് നമ്മൾ 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു തയ്യൽ തുമ്പും കൂടി ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കണേ. അപ്പോൾ ഇവിടെ ഇച്ചിരി കുഴിവ് കൂടിപ്പോയി, ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചരിച്ച് 1/4 ഇഞ്ച് പോലെ ഒന്നാക്കി വരച്ചെടുക്കുന്നുണ്ട്.
ഇങ്ങനെ വെട്ടിയാൽ മതി. ബേസിക് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു പാറ്റേൺ ആണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ലീവ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. എത്ര വലിയ സൈസ് ആയാലും നമുക്ക് ഇതുപോലെ ആ ഒരു സ്ലീവ് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാനൊരു ഷേപ്പ് കാണിച്ചു തരാവേ. ഇത് നമ്മൾ കറക്റ്റ് അളവിൽ നമ്മൾ ടേപ്പിലൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാനൊരു ഊഹത്തിൽ ചെയ്തത് കൊണ്ട് തന്നെ കുറച്ചിച്ചിരി മാറ്റങ്ങൾ വന്നാലും ഏകദേശം നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ. അപ്പോൾ ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മാർക്കിങ് വരച്ചെടുക്കാൻ, നമുക്ക് ആ ഒരു ഷേപ്പ് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. കറക്റ്റായിട്ട് നമ്മുടെ സ്ലീവ് കിട്ടുമേ. അപ്പോൾ ഇത് കണ്ടോ, കറക്റ്റിൽ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.